നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 35-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ചില നിമിത്തങ്ങളും നിയോഗങ്ങളുമാണ് ചിലവർക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില മുഹൂർത്തങ്ങളിലെ ചില സിനിമകൾ, ചില കാലഘട്ടത്തിലെ ചില സിനിമകൾ, അത് ചിലർക്ക് വിധിക്കപ്പെട്ട പോലെ കടന്നു വരും. കെ സേതുമാധവൻ നല്ലൊരു സംവിധായകനായിരുന്നു. സംവിധാനത്തിൽ അദ്ദേഹത്തിനൊരു കയ്യൊപ്പ് വന്നതാണ് കണ്ണും കരളും എന്ന ചിത്രം. എന്നാൽ അതേസമയം വലിയൊരു മേൽവിലാസം ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഓടയിൽ നിന്ന് എന്ന കേശവദേവിൻ്റെ നോവൽ സിനിമയാക്കിയപ്പോഴാണ്. ഓടയിൽ നിന്ന് സത്യൻ്റെ അഭിനയത്തിൻ്റെ വലിയൊരു സംഭാവനയാണ്. പ്രേക്ഷകരിൽ അക്കാലത്ത് സത്യൻ നിറഞ്ഞു നിന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഓടയിൽ നിന്ന്. അതേപോലെ ആ സിനിമയിൽ തന്നെയാണ് കവിയൂർ പൊന്നമ്മ, KR വിജയ, SP പിള്ള, കാലയ്ക്കൽ കുമാരൻ തുടങ്ങി ഒട്ടേറെ പേരുകൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ്റെ മികച്ച വേഷമാണ് ശരിക്കു പറഞ്ഞാൽ ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞത്. പ്രേം നസീർ അതിൽ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ 2 സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ ചെറിയ റോളിൽ അഭിനയിക്കാൻ വരൂ. അക്കാലത്തെ ആ കൂട്ടായ്മ നാം ഒന്ന് ആലോചിക്കേണ്ടതാണ്. പക്ഷെ അതിലും പ്രത്യേകത മറ്റൊന്നുണ്ട്. ഇന്ന് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപി ബാലതാരമായിട്ട് ആദ്യം അഭിനയിച്ച ചിത്രമാണ് ഓടയിൽ നിന്നും. അക്കൊല്ലത്തെ വലിയൊരു ഹിറ്റ് ഗാനം വന്നു, അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ. അക്കാലത്ത് ഒരു ഹിറ്റ് ഗാനമാണ്. പിന്നീടും പഴയ ആളുകൾ ഇപ്പോഴും, അന്ന് മാത്രമല്ല ഇപ്പോഴും പാടി നടക്കാറുണ്ട്. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ എന്ന ഗാനം വയലാർ ദേവരാജൻ്റെ സംഭാവനയായിരുന്നു ആ ഗാനം. 1900 അത് ലീലയാണ് പാടിയത്. 1966 MD വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ് മറ്റൊരു ശക്തമായ സിനിമയാണ്. പ്രേം നസീറിൻ്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ച സിനിമ. പി ഭാസ്കരൻ രാരിച്ചൻ എന്ന പൗരന് ശേഷം ചെയ്ത ശ്രദ്ധേയമായ സിനിമ ആണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയാം. MDയുടെ കഥ, തിരക്കഥ, സംഭാഷണം, പ്രേം നസീറിൻ്റെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. അതുവരെ കണ്ട പ്രേം നസീറൊന്നും ആയിരുന്നില്ല അതിൽ. അതാണ് പറഞ്ഞത്, ചിലർക്ക് ചില മുഹൂർത്തങ്ങൾ, ചില സിനിമകൾ, ചില കാര്യങ്ങൾ വരുമ്പോഴാണ് അവരെ നമ്മൾ മികവോടെ തികവോടെ കാണുന്നത്. അതിനുള്ള അവസരങ്ങളാണ് പലപ്പോഴും നിയോഗങ്ങളും അതിനുള്ള ചില നിമിത്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. 1966 ഏറ്റവും നല്ല സാമൂഹ്യ പ്രശ്നം കൈകാര്യം ചെയ്ത അഖിലേന്ത്യാ തലത്തിലുള്ള സിനിമയ്ക്കുള്ള 2ാം സ്ഥാനം നേടിയതും ഈ ഇരുട്ടിൻ്റെ ആത്മാവാണ്. അതോടെ MD ഇന്ത്യൻ സിനിമയിലേക്ക് ശ്രദ്ധേയനായി കഴിഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം ശ്രദ്ധേയനായി. മലയാള സിനിമയിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലേക്ക് കടന്നു അദ്ദേഹം, അല്ലെങ്കിൽ ആ ഇന്ത്യൻ സിനിമ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു എന്നുകൂടി പറയാം. അക്കാലത്ത് തന്നെ പകൽക്കിനാവ് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ടായി. MDയുടെ ഗ്രാമത്തിൽ നിന്ന്, ഗ്രാമം എന്നും അദ്ദേഹത്തിന് ഒരു ഗ്രഹാതുരത്വം നടന്നതാണ്. ഭാരതപ്പുഴയും ഒക്കെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മളത് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് നഗരത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് പകൽക്കിനാവ്. അതിലും സത്യനുണ്ടായിരുന്നു. പി ഭാസ്കരൻ മാഷിൻ്റെ നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ എന്ന ഗാനം, S ജാനകി പാടിയ ഗാനം, അതേപോലെ പകൽക്കിനാവിൻ എന്ന് തുടങ്ങുന്ന യേശുദാസിൻ്റെ ഗാനം, ഈ 2 ഗാനങ്ങൾ ശ്രദ്ധേയമായി. എന്നാൽ ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ അത്ര ശ്രദ്ധേയമായ സിനിമയായിരുന്നില്ല അത്. അനാർക്കലി എന്നൊരു സിനിമ അക്കാലത്ത് കുഞ്ചാക്കോ നിർമ്മിച്ചു. ശ്രദ്ധേയമായില്ല. സംഗീത വിഭാഗം മാത്രം അക്കാലത്തത് വളരെയേറെ നിലവാരം പുലർത്തിയതാണ്. വയലാർ ബാബുരാജിൻ്റേതായിരുന്നു അതിൻ്റെ ഗാനങ്ങളും സംഗീതവുമൊക്കെ. ഇക്കാലത്തെ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ നടക്കുന്നുണ്ട്. കലാനിലയം, ഡ്രാമാസ്കോപ്പിൻ്റെ നാടകങ്ങൾ, 2 നാടകങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രദർശിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചു, ഈ നാടകം സിനിമയായാൽ അവിടെയും വിജയിക്കില്ലേ എന്ന്. പല നാടകങ്ങളും സിനിമയായിട്ടുണ്ട്. അത് നാടകം സിനിമയായി എന്നുള്ളത് നാടക ഗ്രന്ഥ സിനിമയായി, അത് നാടകം കളിച്ചു വന്നത് സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ ഈ കലാനിലയത്തിൻ്റെ 2 നാടകങ്ങൾ സിനിമയായാലും നന്നായിരിക്കില്ലേ? കടമറ്റത്ത് കെത്തനാറാണ് ഇത്തരത്തിൽ സിനിമയാക്കാൻ തീരുമാനിച്ചത്.
ഫാദർ തന്യനാണ് സംവിധാനം ചെയ്തത്. എന്നാൽ അത് 8 നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന് ഇന്ദുലേഖയായിരുന്നു. ഇന്ദുലേഖ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നാടകം അതേ സെറ്റിട്ട് അത് ഷൂട്ട് ചെയ്ത് അപ്രപാളിയെ കാണിക്കുകയാണ് ഉണ്ടായത്. അതും വിജയിച്ചില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ഇങ്ങനെയൊക്കെയായിരുന്നു 65-66 കാലഘട്ടത്തിൽ മലയാള സിനിമാ ചരിത്രം മുന്നോട്ട് നീങ്ങിയത്. നിങ്ങൾ മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, സിനിമയെക്കുറിച്ചും സിനിമയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കണം എന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അറിയാൻ ആഗ്രഹിക്കുക, അതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ ഇത് മുന്നേ ഉള്ള ഭാഗങ്ങൾ കൂടി കാണുന്നത് ഉചിതമായിരിക്കും. ഗാനങ്ങൾ എഴുതുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ പുതുതലമുറക്കാരുടെ ചില അഭിപ്രായങ്ങളും കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറയുകയുണ്ടായി. ഗാനം വളരെ സ്പീഡുള്ളതാണ്. 2000-ന് ശേഷമുള്ള ഗാനങ്ങൾ, 2000-ന് ശേഷം ജനിച്ച ആളുകൾ പഴയ ഗാനങ്ങൾ ഓർക്കുന്നില്ല. പഴയത് നല്ലത് എന്നുള്ള ഒരു പൊതുവിശ്വാസത്തിൻ്റെ പേരിലാണ് പഴയത് ഇന്നും നെഞ്ചിലേറ്റുന്നത് ആയിരുന്നു അവരുടെ അഭിപ്രായം. ലോകം മുഴുവനും ഇന്ന് പുതുമാധ്യമങ്ങൾ വഴി ഗാനങ്ങൾ ചെല്ലുന്നുണ്ട്. പഴയ പോലെ മലയാളത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ലോകത്തിനോടൊപ്പമാണ് ഇന്നത്തെ മലയാള ഗാനങ്ങൾ നീങ്ങുന്നത്. സിനിമ കഴിഞ്ഞാൽ അതിന് വേറെ അസ്തിത്വത്തിൻ്റെ ആവശ്യമില്ല. യൂസ് ആൻഡ് ത്രോ സംസ്കാരമാണ്. ഇതൊക്കെ പറയുകയുണ്ടായി. പക്ഷെ വേറൊന്നുണ്ട്. പഴയ ഗാനങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഗാനങ്ങൾ, പഴയ ഗാനങ്ങൾ എന്ന് പറയുന്നില്ല, അത്തരം ഗാനങ്ങൾ മലയാളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കേരളീയതയുടെ സംസ്കാര തനിമയിലേക്ക്, സ്വത്വബോധത്തിലേക്ക്, സാഹിത്യ സമ്പത്തിലേക്ക് നമുക്ക് ചൂണ്ടുപലയാകുന്നുണ്ട്. പല ഓർമ്മകളും സമ്മാനിക്കുന്നുണ്ട്. എല്ലാ ഗാനങ്ങളും അല്ലെങ്കിൽ എല്ലാ കലാസൃഷ്ടികളും കാലാതീതമായി നിലനിൽക്കണം എന്നാണ് നാം ആഗ്രഹിച്ചു വരാറുള്ളത്. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കുകയും ചെയ്യാറുള്ളത്. ഒരു സംസ്കാരം കാലാതീതമായി നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ അനുബന്ധിച്ചെഴുതുന്ന വസ്തുക്കളും അതിനെ അനുബന്ധിച്ചുണ്ടാകുന്ന കലാരൂപങ്ങളും ഇതിൻ്റെ തണൽ പറ്റി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ദ്യോതിപ്പിച്ചുകൊണ്ട്, ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് എഴുതുന്ന ഗാനങ്ങൾ അതിനോടൊപ്പം പോകും എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് എഴുത്തുകാരുടെയും സംവിധായകരുടെയും അതേപോലെ സംഗീതക്കാരുടെയും ചുമതലയാണ്. സ്പീഡ് വേണം പാട്ടിനെന്നാണ്. പഴയ കാലത്തും ധാരാളം സ്പീഡുള്ള പാട്ടുണ്ടായിട്ടുണ്ട്. തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. വളരെ സ്പീഡുള്ള ഗാനമായിരുന്നു ആ കാലത്ത്. അതേപോലെ ഇക്കാലത്തും സ്പീഡുള്ള കുറേ ഗാനങ്ങളുണ്ട്. പ്രായം നമ്മിൽ മോഹം എന്നുള്ള ജയേന്ദ്രൻ പാടിയ ഗാനം, ചിക് ബുക്ക് ചിക് ബുക്ക് റെയിലേ, അതേപോലെ കറുപ്പിനഴക് വെളുപ്പിനഴക്, പടകാളി എന്ന് പറഞ്ഞുള്ള ഗാനം, ശൂരൻപടയുടെ ചെമ്പട കൊട്ടി, കുട്ടനാടൻ കായലിലെ അന്തിക്കടപ്പുറത്ത് തുടങ്ങിയ എത്രയോ സ്പീഡുള്ള ഗാനങ്ങളുണ്ട്. ഗാനങ്ങൾക്ക് സ്പീഡ് ഉണ്ടാക്കുന്നത് വരി കൊണ്ട് മാത്രമല്ല. ഹുക്ക് ലൈൻസ് മാത്രം പോരാ. അത് സംഗീതം കൊണ്ട് വളരെ സ്പീഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് സത്യം. സംഗീതവും സാഹിത്യവും ഒരേപോലെ സമന്വയിക്കുമ്പോൾ അതിന് വലിയൊരു മഹത്വപൂർണമായ, അല്ലെങ്കിൽ അത് സർഗാത്മകതയുടെ കൊടുമുടിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. പഴയകാലത്ത് ഇറങ്ങിയൊരു സിനിമയാണ് വിലയ്ക്ക് വാങ്ങിയ വീണ. വിലയ്ക്ക് വാങ്ങിയ വീണയിലെ ഓരോ ഗാനങ്ങളും സെമി ക്ലാസിക്കായാലും ക്ലാസിക് എന്നുള്ള രീതിയിൽ, സെമി ക്ലാസിക് എന്നുള്ള രീതിയിൽ, സ്പീഡ് എന്നുള്ള രീതിയിൽ, അതേപോലെ സോളോ, എല്ലാ രീതിയിലുള്ള ഗാനങ്ങൾ അതിലുണ്ടായിരുന്നു. അതിലുള്ളതാണ് ശരിക്കും ഒരു അവൾ നടന്നാൽ കൂവി കുലുങ്ങും എന്നൊരു ഗാനം. അത് അന്ന് വെസ്റ്റേൺ സ്റ്റൈലിൽ അത് കമ്പോസ് ചെയ്ത ഒരു ഗാനമാണ്. കാട്ടിലെ പഴമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, സെമി ക്ലാസിക്കിൽ വന്നൊരു ഗാനമാണ്. അപ്പോൾ എക്കാലത്തും ഇതുപോലെ സ്പീഡുള്ള ഗാനമൊക്കെ ഉണ്ടാക്കാം. അത് സംഗീതത്തിൽ കൂടി ഉണ്ടാക്കാം. അപ്പോൾ സംഗീതവും സാഹിത്യവും എങ്ങനെ സമന്വയിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പാട്ടെഴുത്തുകാരാണ്. അത് പറഞ്ഞ പോലെ ഈ പറയുന്ന സംവിധായകരും സിനിമാ സംവിധായകരും ഗാന സംവിധായകരും ഒക്കെയാണ് അതിനെ എങ്ങനെ രൂപപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം എന്ന് തീരുമാനിക്കേണ്ടത്. ജനങ്ങളാണ് അത് ഏറ്റെടുക്കേണ്ടത്. അത് സിനിമയോടൊപ്പം തീരട്ടെ എന്നോ അല്ലെ സിനിമയ്ക്ക് ശേഷം വേണമെന്നോ ആലോചിക്കുക. സിനിമയോടൊപ്പം തീരേണ്ട പാട്ടാണ് എങ്കിൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ അല്ലാതെയുമാകാം.
പല സിനിമകളും പലപ്പോഴും ടൈറ്റിൽ സോങ് പോലെ അല്ലെങ്കിൽ ആ സിനിമയുടെ ടൈറ്റിൽ പാട്ടിൽ കടന്നു വരാറുണ്ട്. പകൽക്കിനാവിൽ, നേരത്തെ പറഞ്ഞ ആ സിനിമ പകൽക്കിനാവിൽ, പനിനീർ എന്നും പറഞ്ഞാൽ തുടങ്ങുന്ന ആ സിനിമ, ആ പകൽക്കിനാവിൽ എന്ന സിനിമയിൽ ഈ പാട്ടിന് തുടങ്ങണം പകൽക്കിനാവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതേപോലെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഭരതൻ്റെ പടത്തിന് ആ ടൈറ്റിൽ വെച്ചിട്ടാണ് പാട്ടുണ്ടായത്. സുഖമോ ദേവി, മംഗളം നേരുന്നു എന്ന ചിത്രത്തിലാണ്. മണിച്ചിത്രത്താഴിനുള്ളിൽ, മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ. അപ്പോൾ സിനിമയ്ക്കും കൂടി ആപ്റ്റായ രീതിയിൽ സിനിമയുടെ ടൈറ്റിൽ വെച്ച് തന്നെ പാട്ടുണ്ടാക്കാറുണ്ട്. ആ ടൈറ്റിൽ പാട്ട് കടന്നു വരികയും അപ്പോൾ കുറേയും കൂടി അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. കഥയും തിരക്കഥയും സംഭാഷണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിലുള്ള രജിസ്റ്റർ ചെയ്യൽ വേറൊന്നാണ്. അതിൽ കഥാപാത്രങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നു, കഥ രജിസ്റ്റർ ചെയ്യുന്നു, തിരക്കഥ രജിസ്റ്റർ ചെയ്യുന്നു. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞു വന്നത്. നിയമപരമായ രജിസ്റ്റർ അല്ല, ഒരു മനുഷ്യ മനസ്സിലെങ്ങനെയാണ് അല്ലെങ്കിൽ അപ്രപാളിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ്. സിനിമയുടെ പേര് ഗാനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാം. അതിനുള്ളൊരു സന്ദർഭം സിനിമയിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം, അത് മനോഹരമായി വിഷ്വലൈസ് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ പുതിയ തരം ഗാനം വേണമെങ്കിൽ എഴുതാം. ഈ പുതിയ തലമുറ പറയുന്ന, പുതിയ ഗാനരചയിതാക്കൾ പറയുന്നത് പോലെ സ്പീഡുള്ളത് സിനിമ കഴിഞ്ഞാൽ വേണ്ട എന്ന് വയ്ക്കാവുന്ന ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഗാനങ്ങൾ, അത് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞാൽ വേണ്ട എന്ന് വേണമെങ്കിൽ വയ്ക്കാം. അല്ല, സംസ്കാരത്തനിമയുടെ, സ്വത്വബോധത്തിൻ്റെ, സാഹിത്യ സമ്പന്നതയുടെ മടിത്തട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവയൊക്കെ ഒന്ന് തൊട്ടുണർത്താൻ പറ്റുന്ന ഗാനങ്ങൾ എഴുതാം. അത് സ്പീഡിൽ സംഗീതം ചെയ്യാം. എന്ത് വേണം എന്ന് തീരുമാനിക്കാം. എന്നിട്ട് പാട്ടെഴുത്തിലേക്ക് ഇറങ്ങാം. അതേ സമയം തന്നെ നാം മുൻപ് പറഞ്ഞു പോയ ചില വ്യാകരണങ്ങളും അലങ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ അലങ്കാരങ്ങളും സിനിമാ ഗാനങ്ങളും എങ്ങനെ ഒത്തുപോകുന്നു എന്നത് അടുത്ത ഭാഗം തുടങ്ങി നമുക്ക് തുടരുകയും ചെയ്യാം. നമസ്കാരം.